ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് ലക്ഷ്മി ശ്രീ വിജയ. അർജന്റീന സന്ദർശിക്കുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രസിഡന്റ് ജാവിയർ മിലിയുമായി ബ്യൂണസ് ഐറസിൽ കൂടിക്കാഴ്ച നടത്തുന്നു. പ്രതിരോധം, കൃഷി, ഖനനം, എണ്ണ, വാതകം, പുനരുപയോഗ ഊർജ്ജം, വ്യാപാരം, നിക്ഷേപം എന്നിവയുൾപ്പെടെയുള്ള പ്രധാന മേഖലകളിൽ ഇന്ത്യ അർജന്റീന പങ്കാളിത്തം കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിനുള്ള വഴികൾ ഇരു നേതാക്കളും ചർച്ച ചെയ്യും. ട്രിനിഡാഡ് ആൻഡ് ടൊബാഗോ സന്ദർശനം പൂർത്തിയാക്കിയ പ്രധാനമന്ത്രി ഇന്ന് പുലർച്ചെയാണ് അർജന്റീന തലസ്ഥാനത്ത് എത്തിയത്. ബ്യൂണസ് ഐറസിലെ ഹോട്ടലിലെത്തിയ പ്രധാനമന്ത്രിയെ ഇന്ത്യൻ സമൂഹം ആവേശത്തോടെയാണ് സ്വീകരിച്ചത്. ബ്രസീലിലെ റിയോ ഡി ജനീറോയിൽ നാളെയും മറ്റന്നാളുമായി നടക്കുന്ന 17ാമത് ബ്രിക്സ് ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കും. ഉച്ചകോടിക്ക് ശേഷം പ്രധാനമന്ത്രി ബ്രസീലിയൻ തലസ്ഥാനമായ ബ്രസീലിയ സന്ദർശിക്കും. ഏകദേശം 6 പതിറ്റാണ്ടിനു ശേഷമാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി ബ്രസീലിയയിൽ എത്തുന്നത്. ബ്രസീൽ പ്രസിഡന്റ് ലൂയിസ് ഇനാസിയോ ലുല ഡാ സിൽവയുമായി ശ്രീ മോദി കൂടിക്കാഴ്ച നടത്തും. 2 ദിവസത്തെ സന്ദർശനത്തിനായി ഉപരാഷ്ട്രപതി ജഗദീപ് ധൻകർ നാളെ കേരളത്തിലെത്തും. തിങ്കളാഴ്ച രാവിലെ അദ്ദേഹം ഗുരുവായൂർ ക്ഷേത്രത്തിൽ ദർശനം നടത്തും. സന്ദർശനത്തോടനുബന്ധിച്ച് മറ്റന്നാൾ രാവിലെ 8 മുതൽ 10 വരെ ക്ഷേത്രത്തിൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തും. പിന്നീട് കൊച്ചിയിലെ നാഷണൽ യൂണിവേഴ്സിറ്റി ഓഫ് അഡ്വാൻസ്ഡ് ലീഗൽ സ്റ്റഡീസിലെ വിദ്യാർത്ഥികളുമായും അധ്യാപകരുമായും ഉപരാഷ്ട്രപതി സംവദിക്കും. മെഡിക്കൽ ടൂറിസത്തിന്റെയും ഹീൽ ഇന്ത്യ ആശയത്തിന്റെയും കേന്ദ്രമായി ദക്ഷിണേന്ത്യ മാറുകയാണെന്ന് കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ സഹമന്ത്രി എൽ മുരുകൻ. തിരുവനന്തപുരത്ത് ശ്രീ ഉത്രാടം തിരുനാൾ അക്കാദമി ഓഫ് മെഡിക്കൽ സയൻസസിന്റെ 14ാമത് ബിരുദദാന ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. മദ്രാസ്, ചെന്നൈ, കോയമ്പത്തൂർ, കൊച്ചി, ബംഗളൂരു എന്നിവിടങ്ങളിലേക്ക് മെഡിക്കൽ ടൂറിസത്തിന്റെ ഭാഗമായി വിദേശ രാജ്യങ്ങളിൽ നിന്ന് നിരവധി പേർ എത്തുന്നുണ്ടെന്ന് കേന്ദ്ര സഹമന്ത്രി ചൂണ്ടിക്കാട്ടി. സംസ്ഥാനത്ത് നിപ്പ സമ്പർക്ക പട്ടികയിലാകെ 425 പേർ ഉള്ളതായി ആരോഗ്യമന്ത്രി വീണ ജോർജ്. മലപ്പുറത്ത് 228 പേരും പാലക്കാട് 110 പേരും കോഴിക്കോട് 87 പേരുമാണ് സമ്പർക്ക പട്ടികയിലുള്ളത്. മലപ്പുറത്ത് 12 പേരാണ് ചികിത്സയിലുള്ളത്. 5 പേർ ICU ചികിത്സയിലുണ്ട്. പ്രദേശത്ത് പനി സർവൈലൻസ് നടത്തും. നിപ്പ ഉറവിടം കണ്ടെത്താനുള്ള പ്രവർത്തനങ്ങൾ ശക്തമാക്കാനും മന്ത്രിയുടെ നേതൃത്വത്തിൽ ചേർന്ന ഉന്നതതല യോഗത്തിൽ നിർദ്ദേശം നൽകി. കേരളത്തിൽ ആദ്യമായി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ സ്കിൻ ബാങ്ക് സജ്ജമായതായി ആരോഗ്യമന്ത്രി വീണ ജോർജ്. അവയവദാന പ്രക്രിയയിലൂടെ ത്വക്ക് ലഭ്യമാക്കാനായി കേസ് ഓട്ടോയുടെ അനുമതിയും ലഭ്യമായതായി മന്ത്രി അറിയിച്ചു. സ്കിൻ ബാങ്കിന്റെ ഉദ്ഘാടനം ലോക പ്ലാസ്റ്റിക് സർജറി ദിനമായ ജൂലൈ 15 നടക്കും. കോട്ടയം മെഡിക്കൽ കോളേജിൽ കെട്ടിടം തകർന്നു വീണ് മരണമടഞ്ഞ ബിന്ദുവിന്റെ വീട് ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള നാഷണൽ സർവീസ് സ്കീം ആഭിമുഖ്യത്തിൽ നവീകരിച്ചു നൽകുമെന്ന് മന്ത്രി ആർ ബിന്ദു. ബിന്ദുവിന്റെ കുടുംബത്തെ ഫോണിൽ വിളിച്ചാണ് മന്ത്രി ഇക്കാര്യം അറിയിച്ചത്. കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കെട്ടിടം തകർന്ന് വീട്ടമ്മ മരിച്ച സംഭവത്തിൽ മന്ത്രി വീണ ജോർജിന്റെ രാജി ആവശ്യപ്പെട്ട് പത്തനംതിട്ട നഗരത്തിൽ യൂത്ത് കോൺഗ്രസ് നടത്തിയ മാർച്ച് സംഘർഷത്തിൽ കലാശിച്ചു. പ്രതിഷേധക്കാരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. സംസ്ഥാനത്ത് സ്ത്രീ സുരക്ഷ, വിദ്യാഭ്യാസം, ആരോഗ്യം എന്നീ മേഖലകളിലെ വനിതാ മുന്നേറ്റം മാതൃകാപരമെന്ന് മന്ത്രി OR കേളു. സംസ്ഥാന വനിതാ കമ്മീഷൻ മാനന്തവാടി ബ്ലോക്ക് പഞ്ചായത്തുമായി സഹകരിച്ച് സംഘടിപ്പിച്ച സെമിനാർ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. സ്ത്രീകൾക്ക് തുല്യ അവകാശവും അവസരവും ഒരുക്കുന്നതിൽ കേരളം ഒന്നാമതാണെന്നും മന്ത്രി പറഞ്ഞു. കേരള സർവകലാശാലയിൽ നാളെ അടിയന്തര സിൻഡിക്കേറ്റ് യോഗം വിളിച്ചു. രാവിലെ 11 മണിക്ക് പാളയം സർവകലാശാല ആസ്ഥാനത്താണ് യോഗം. രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്ത നടപടി ഉൾപ്പെടെയുള്ളവ യോഗത്തിൽ ചർച്ചാ വിഷയമാകുമെന്നാണ് റിപ്പോർട്ട്. ഓണത്തിന് 1 ലക്ഷം തൊഴിൽ ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ സംസ്ഥാന സർക്കാർ പ്രത്യേക ക്യാമ്പയിന് തുടക്കം കുറിക്കുകയാണെന്ന് മന്ത്രി MP രാജേഷ്. തൃശൂരിലെ ഖിലയിൽ വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ക്യാമ്പയിനിലൂടെ 1 ലക്ഷം സ്ത്രീകൾക്ക് നൈപുണ്യ പരിശീലനം നൽകി പ്രാദേശിക തൊഴിൽ ഉറപ്പാക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. ഗുണമേന്മയില്ലാത്ത കാലിത്തീറ്റയും കോഴിത്തീറ്റയും ധാതു ലവണങ്ങളും വിൽക്കുന്ന ഏജൻസികൾക്കെതിരെ ശക്തമായ നിയമ നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി ജെ ചിഞ്ചുറാണി. ആലപ്പുഴയിൽ താമരക്കുളം ഗ്രാമപഞ്ചായത്ത് മൃഗാശുപത്രിയുടെ പുതിയ കെട്ടിടം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. കേരളത്തിലെ മുഴുവൻ പശുക്കളെയും ഇൻഷുർ ചെയ്യാനുള്ള സമഗ്ര ഇൻഷുറൻസ് പദ്ധതി പരിഗണനയിലുണ്ടെന്നും മന്ത്രി അറിയിച്ചു. ഇത്തവണത്തെ സംസ്ഥാന സ്കൂൾ കലോത്സവം തൃശൂരിലും സ്കൂൾ ഒളിമ്പിക്സ് തിരുവനന്തപുരത്തും സംഘടിപ്പിക്കുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി. തിരുവനന്തപുരത്ത് അധ്യാപക സംഘടനാ പ്രതിനിധികളുടെ യോഗത്തിലാണ് മന്ത്രി ഇക്കാര്യം അറിയിച്ചത്. സ്കൂൾ ഉച്ചഭക്ഷണ പദ്ധതിയുടെ പാചക ചെലവിനായുള്ള തുക വർദ്ധിപ്പിക്കണമെന്ന അധ്യാപക സംഘടനകളുടെ ആവശ്യം ചർച്ച ചെയ്ത് തീരുമാനിക്കാമെന്ന് മന്ത്രി അറിയിച്ചു. സ്കൂളുകളുടെ പുതിയ സമയക്രമത്തിനും യോഗത്തിൽ അംഗീകാരമായി.
ബർമിംഗ്ഹാം ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇംഗ്ലണ്ടിനെതിരായ ഇന്ത്യയുടെ രണ്ടാം ഇന്നിംഗ്സ് ബാറ്റിംഗ് പുരോഗമിക്കുന്നു. 4ാം ദിനമായ ഇന്ന് ഒരു വിക്കറ്റിന് 64 റൺ എന്ന നിലയിൽ ബാറ്റിംഗ് പുനരാരംഭിച്ച ഇന്ത്യ ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ 4 വിക്കറ്റിന് 313 റൺസ് എന്ന നിലയിലാണ്. ഇന്ത്യയ്ക്ക് നിലവിൽ 493 റൺസിന്റെ ലീഡാണ് ഉള്ളത്. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.